യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ ഹസ്ബൻഡ് എവിടെ? ടീച്ചർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ആ ചോദ്യം കുറച്ച് ടച്ചിങ് ആണ്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനൊക്കെ തുടങ്ങിയ ചോദ്യം. അമ്മ കൂടെ ഉണ്ടോ? ഹായ്, അസ്സലാമു അലൈക്കും. ഞാൻ കുറേയായി കേട്ടോ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം വിചാരിച്ചിട്ട്. നമ്മുടെ യൂട്യൂബ് ചാനൽ 1K ആയപ്പോൾ മുതൽ വിചാരിക്കുക അങ്ങനെ ഒരു വീഡിയോ നേരിട്ട് വരണമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ചാനൽ വന്ന ശേഷം എന്നോട് നേരിട്ടും ചാനലിലൂടെയും ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറച്ചൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്, മറന്നു. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാല്ലേ. പേര്, വയസ്സ് വേണോ? പേര്, വയസ്സ്, പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിൽ പേര് താജുനിസയിലെ നിസ മാറ്റിയിട്ട് നിഷ ആയത് ആഫ്റ്റർ മാരേജ് ആണ്. ഇക്ക കുറച്ച് മോഡേൺ ഒക്കെയാണ്. അപ്പൊ ഇക്കാന്റെ ഫാമിലിയൊക്കെ ഭയങ്കര മോഡേൺ ആണ്. സോ നിസ മാറ്റി നിഷ. വീട്ടിൽ താജു എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർ മാരേജ് നിഷ. അപ്പൊ കൂടുതൽ പേര് നിഷത്ത, നിഷാന്റി അങ്ങനെ. അപ്പൊ പേര് ക്ലിയർ ആയല്ലോ അല്ലെ. ഇനി എഡ്യൂക്കേഷൻ വേണ്ട, ജോബ് പറയാം. ടീച്ചറാണ്, പ്രസന്റ്ലി വർക്കിംഗ് ആണ്. പിന്നെ വയസ്സ് നല്ല വയസ്സുണ്ട്. കണ്ട പ്രായം തോന്നില്ല എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും അത്യാവശ്യം വയസ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡ്, കുട്ടികൾ 3 കുട്ടികളാണുള്ളത്. മാഷാഅല്ലാഹ് 3 ആൺകുട്ടികളാണ് കേട്ടോ ഉള്ളത്. ഒരു കുഞ്ഞുകുട്ടി ആണ് സാമുട്ടിനായിട്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. സാമുട്ടിനായിട്ട് വീഡിയോസ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ സാമുട്ടി കോപ്പറേറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സാമുട്ടി ഒട്ടുമിക്കവാറും കുറേ ടേക്ക് ഒക്കെ എടുക്കേണ്ടി വരും, എന്നാലും കോപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഹസ്ബൻഡ് എവിടെ? ദെൻ ഹസ്ബൻഡിന് വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണോ? എൻ്റെ കുട്ടികളടക്കം ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ടീച്ചർ ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്? ഹസ്ബൻഡിന് വീഡിയോസ് ഇടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഹസ്ബൻഡിന്റെ സമ്മതമൊക്കെ ഉണ്ട്. ചോദ്യം, അമ്മ കൂടെ ഉണ്ടോ? ഉമ്മ കൂടെ ഉണ്ട്. ഉമ്മ മാത്രമല്ല, ഇക്കാന്റെ ഉമ്മയും ഉപ്പയും കൂടെ ഉണ്ട്. പിന്നെ ഒന്ന് വരുന്നത്, അവർക്ക് കുഴപ്പമൊന്നുമില്ലേ? ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ സൂംബ ക്ലാസ്സിന് പോകുന്നു, പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കറങ്ങാനൊക്കെ പോകുന്നു, ഒരു കുഴപ്പമില്ല. അവർ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. സോ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ആ ചോദ്യം കുറച്ച് ടച്ചിങ് ആണ്, എന്നാലും പറയാം. ടീച്ചർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർ കുട്ടികളാണ് കേട്ടോ ചോദിക്കുന്നത്. ടീച്ചർക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ടീച്ചർ കുട്ടിയായിട്ട് ഇങ്ങനെ റീൽസ് ഒക്കെ എടുക്കുമായിരുന്നില്ലേ? അപ്പൊ ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു എന്താ പറയാ, ഉള്ളിലൊന്ന് തട്ടും. 3 ആൺകുട്ടികളാണ്, മാഷാഅല്ലാഹ്, ഹായ്സെട്ട് കൊടുക്കട്ടെ. എന്നാലും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ചെറിയൊരു സാഡാണ്. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കും പോലെ നമ്മൾ ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ വിഷമം ഉണ്ടാകുന്നത് എന്തിനാ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് വിഷമിക്കുന്നതല്ലേ. അപ്പോൾ വിരിച്ചതല്ലേ കിട്ടുള്ളൂ. അപ്പോൾ പഠിച്ചാൽ എനിക്ക് ഏകിയത് 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാടി പോകുന്നുണ്ട് അല്ലേ. ഇനി യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ, ഞാൻ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് കോളേജസ് ആണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ചാനൽ തുടങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചുമ്മാ കൊണ്ട് തുടങ്ങിയതാണ്. കുക്കിംഗ് ആയിരുന്നു ഉദ്ദേശം. കുക്കിംഗ് അത്ര വലിയ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഫാഷൻ, ഇതിന്റെ ഡ്രസ്സസ് ആണെങ്കിലും ദെൻ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അങ്ങനെയൊക്കെ അങ്ങനെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 1K ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറേ പേരുടെ ചോദ്യം ഉണ്ട് കേട്ടോ, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനൊക്കെ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വരുമാനമൊന്നും കിട്ടില്ല. യൂട്യൂബിന് ഓരോ എന്താ പറയുക സ്ട്രാറ്റജി ഉണ്ട്, അല്ലെങ്കിൽ ഓരോ എന്താ പറയുക ഓരോ കണ്ടീഷൻസ് ഉണ്ട്. ശരിക്കും പ്രായം ഞാൻ തോന്നുന്നില്ല. എന്താ അതിൻ്റെ രഹസ്യം പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ഹാപ്പിനെസ്, നമ്മുടെ മനസ്സിന് ഹാപ്പിനെസ് തരുന്നത് ചെയ്യുക. ദെൻ നമ്മൾ മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ പറ്റുകയാണെങ്കിൽ ഹാപ്പിയാക്കി വെക്കുക മാക്സിമം. പിന്നെ പ്രതികരിക്കാൻ തോന്നി പ്രതികരിക്കുക. അതിനിപ്പോൾ എവിടെയാലും കുഴപ്പമൊന്നുമില്ല. പ്രതികരിച്ചത് ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലെയാണ് തെറ്റ് പറഞ്ഞാൽ പോയി സോറി പറയുക, അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊന്നും ഒരുപാട് ആലോചിക്കാതെ ഉള്ളതുകൊണ്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഹാപ്പി ആവും. നാളെ എന്താവും, അല്ലെങ്കിൽ മറ്റന്നാൾ എന്താവും, അയ്യോ ഞാനൊന്നും ഇല്ലല്ലോ, എനിക്കൊന്നും ഇല്ലല്ലോ, അങ്ങനെയാണ്. ഉള്ളത് കൊണ്ട് സന്തോഷമായിരിക്കുക, അതാണ് എൻ്റെ ഹാപ്പിനെസ്. എപ്പോഴും കിട്ടാത്തതിന്റെ പുറകിൽ പോകൂലേ. ഇപ്പൊ നമ്മുടെ കിച്ചണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലേ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളല്ലേ പറയാ, അയ്യോ അതില്ലല്ലോ ഇതില്ലല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, കിച്ചണിൽ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ടാണോ അതില്ലല്ലോ ഇതില്ലല്ലോ, അല്ലെങ്കിൽ കുട്ടികളെ വിഭവങ്ങളൊന്നും പോരാന്ന് പറയുമ്പോഴേ ഇത്രയും വിഭവങ്ങൾ ഉണ്ടായിട്ടാണോ, ഇല്ലാത്തതിന്റെ പുറകെ പോവല്ലേ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നോക്കുക. അപ്പം ഇനി പറയാനുള്ളത്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ജസ്റ്റ് സ്റ്റെപ്പ് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക, വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കുക, സന്തോഷമായിരിക്കുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ഹാപ്പി ആയിരിക്കുക. നമ്മൾ ഒരുപാട് ചിന്തിക്കാതെ അല്ലെങ്കിൽ സ്ട്രെസ്സിനൊന്നും നമ്മളെ പിടുത്തം കൊടുക്കാതെ നല്ല ഹാപ്പി ആയിരിക്കുക. നമ്മളിൽ ഉള്ളതെന്താണോ അതുകൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സമാധാനമായിട്ട് നല്ലൊരു റമളാൻ ആശംസിക്കുകയാണ്. സോ നമുക്ക്
വീണ്ടും ഇനി വീഡിയോസിലൂടെ കാണാം. നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് ചെയ്യില്ലേ? ഓക്കെ ദെൻ ബൈ.